നമസ്കാരം. മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ ആരും മറക്കില്ല എന്നുള്ളതാണ്. 48 മണിക്കൂർ തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോടിൽ 48 മണിക്കൂർ നടത്തിയ ഒരു തിരയലിന്റെ ഫലം അത് നമുക്കാർക്കും സന്തോഷം നൽകുന്ന ഒന്നല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ജോയി എന്ന് പറയുന്ന 47കാരൻ, ഒരമ്മയുടെ ഏക ആശ്രയം, വീടില്ല, 1500 രൂപയ്ക്ക് വേണ്ടി ശുചീകരണ തൊഴിലാളിയായി, റെയിൽവേയുടെ ശുചീകരണ തൊഴിലാളിയായി ആമയിഴഞ്ചാൻ തോട്ടിലെത്തിയ ജോയി. ഇന്ന് ജോയിയുടെ ശവസംസ്കാരം കഴിഞ്ഞു. ജീർണിച്ച നിലയിലാണ് 1 കിലോമീറ്ററിന് അകലെ നിന്ന് ശുചീകരണ തൊഴിലാളികൾക്ക് ജോയിയുടെ മൃതദേഹം കണ്ടെത്താനായത്. അതായത് 48 മണിക്കൂർ കൊണ്ട് കേരളക്കര ആകെ ചോദിക്കുന്നുണ്ട് ജോയി എവിടെയാണ് എന്നുള്ളത്. മാലിന്യം കുമിഞ്ഞു കൂടി കിടക്കുന്ന ആമയിഴഞ്ചാൻ തോട്, ആ തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് കണ്ടവർക്കൊക്കെ അറിയാൻ കഴിയും. ആ തോടിന്റെ അകത്തുള്ള മാലിന്യങ്ങളും ആ ദുർഗന്ധം പിടിച്ച വെള്ളവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആരാണ് ഇവിടെ തെറ്റുകാർ? ഈ ജോയിയെ കാണാതായ ദിവസം മുതൽ റെയിൽവേയും നഗരസഭയും തമ്മിൽ നടത്തുന്ന കൊമ്പുകോർക്കൽ നമ്മളൊക്കെ കാണുന്നതാണ്. മേയർ ഒരു ഭാഗം ന്യായീകരിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് മറ ന്യായീകരണവുമായി റെയിൽവേ വരുന്നു. ഇത് റെയിൽവേയുടെ തലയിൽ കെട്ടിവെക്കാൻ നഗരസഭ ശ്രമിക്കുമ്പോൾ നഗരസഭയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ മേയർ ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോയിയെ കണ്ടെത്തുന്നതിന് മുൻപേ വരെയൊക്കെ നമ്മൾ കണ്ടത് അതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയായ MP രാജേഷ്, അദ്ദേഹം ഇന്ന് കുറെ തെളിവുകൾ പുറത്തുവിടുമെന്ന ഇന്നലെ രാത്രി തന്നെ പറഞ്ഞുവിടുന്നു. അതായത് റെയിൽവേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ശുചീകരണം നടത്താൻ അന്ത്യശാസനം നൽകിക്കൊണ്ടുള്ള കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കൊടുത്ത കുറെ അന്ത്യശാസനം നൽകിയ കാര്യങ്ങളൊക്കെ പുറത്തു വിടും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളൊക്കെ ആലോചിക്കേണ്ടത് ഈ 48 മണിക്കൂർ ഈ മേയറും അല്ലെങ്കിൽ ഈ നഗരസഭയും റെയിൽവേയും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ തന്റെ മകൻ എപ്പോഴാണെങ്കിലും തിരിച്ചു വരും എന്ന ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും വച്ചു പുലർത്തിയ ഒരു അമ്മയുണ്ട് ജോയിക്ക്. ആ അമ്മയുടെ കണ്ണുനീരിന്, അമ്മയുടെ പ്രതീക്ഷയ്ക്ക് ഇനി ആ അമ്മ ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? 10 ലക്ഷം രൂപയും വീടുമൊക്കെ സർക്കാർ വാഗ്ദാനം ചെയ്തു. നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ആരെങ്കിലും മരണപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് കുറെ പണം നൽകി, അല്ലെങ്കിൽ വീടോ വസ്തുവോ ജോലിയോ ഒക്കെ നൽകി അവരെ തൃപ്തിപ്പെടുത്താനായി സർക്കാർ കിടന്ന് ഓടുന്നത്. ഈ അമ്മയ്ക്ക് ഇനി ആരാണ് തുണ? ഈ അമ്മയ്ക്കൊരു അസുഖം വന്നാലോ? ഈ അമ്മയ്ക്ക് ഏക ആശ്രയം ഈ ജോയി ആയിരുന്നു. ഈ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇനി നോക്കാൻ ആരാണ് ഈ അമ്മയ്ക്കുള്ളത്? എവിടെയാണ് നമുക്കൊക്കെ പിഴച്ചത്? അതായത് ഈ മാലിന്യങ്ങളൊക്കെ ഇത്ര കൂമ്പാരമായി ഇങ്ങനെ കിടക്കുമ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ നെട്ടോട്ടം പലതും ഉണ്ടാക്കാനായി നെട്ടോട്ടം ഓടുകയാണ് നമ്മുടെ സർക്കാർ. പെൻഷനും ശമ്പളവും ഒക്കെ ഇവിടെ മുടങ്ങിക്കിടക്കുന്നു. സാധാരണക്കാരൻ, ടെക്നോളജി വലിയ രീതിയിൽ വളർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് 48 മണിക്കൂറായിട്ടും ആ മാലിന്യ കൂമ്പാരത്തിൽ അകപ്പെട്ട ആളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്ത് ടെക്നോളജി വളർച്ചയാണ് നമുക്കുണ്ടായിരിക്കുന്നത് എന്നതാണ്. എന്തായാലും കനാലിന്റെ അടിയിൽ കൂടി ഒഴുകി ഈ മൃതദേഹം മറ്റൊരു സ്ഥലത്തെത്തി. അവിടെ നിന്നാണ് ശുചീകരണ തൊഴിലാളികൾ കണ്ടെത്തുന്നത്. പരസ്പരം പഴിചാരിയിട്ടോ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടോ ഇവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഇനി ഇത് സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മേയറുടെ പൊട്ടിക്കരച്ചിലൊക്കെ നമ്മൾ കണ്ടു. ചിലപ്പോൾ അവരുടെ മനസ്സിൽ ദുഃഖമടക്കാനാവാതെ അവർ കരഞ്ഞതായിരിക്കും. ഒരുപക്ഷെ അവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കാം ജോയി തിരിച്ചു വരും എന്നുള്ളത്. അവരെ പോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നിരിക്കാം ജോയി തിരിച്ചു വരും, ജീവനോടെ തിരിച്ചു വരുമെന്ന് ഒരു ശതമാനമെങ്കിലും അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കാം. ആ പ്രതീക്ഷയൊക്കെ ഇല്ലാതായപ്പോഴായിരിക്കും മേയർ എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരസഭയുടെ അധിപൻ, അല്ലെങ്കിൽ മേയറമ്മ, അവരും ഒരു മനുഷ്യ സ്ത്രീയാണ്. അവർക്കും കരയാനും ചിരിക്കാനും സങ്കടപ്പെടാനും ദേഷ്യപ്പെടാനും ഒക്കെയുള്ള അവസ്ഥയുണ്ട് അവർക്ക്. അപ്പൊ അവർ കരഞ്ഞു പോയതിനെ നമ്മൾ കുറെ പൊങ്കാലയിട്ടിട്ടോ കുറെ നാണം കെടുത്തിയിട്ടോ കാര്യമില്ല. അവരുടെ മനസ്സിന്റെ, അല്ലെങ്കിൽ അവർ അത്രത്തോളം സങ്കടം അനുഭവിച്ചിട്ടായിരിക്കാം അവർ ആ സമയത്ത് പൊട്ടിക്കരച്ചത്. അതെന്തുമായിക്കൊള്ളട്ടെ, അത് അവരുടെ കാര്യം. പക്ഷെ ഇവിടെ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നത്, ആരാണ് ജോയിയുടെ മരണത്തിന് ഉത്തരവാദി? നഗരസഭയാണോ റെയിൽവേ ആണോ? ഇനി എത്ര ജോയിമാർ തന്റെ കുടുംബം പുലർത്താനായി ഈ 1500 രൂപയ്ക്ക് ഇത്തരത്തിൽ മലിനജലത്തിൽ ഇറങ്ങി, അല്ലെങ്കിൽ മലിനജലത്തിൽ നിന്നുകൊണ്ട് മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യും? ഇതൊക്കെ വലിയൊരു ചോദ്യമാണ്. ജോയിയുടെ ശവസംസ്കാര ചടങ്ങുകൾ കഴിയുമ്പോൾ മറ്റു വാർത്ത കിട്ടുമ്പോൾ അതിലേക്ക്, അല്ലെങ്കിൽ മറ്റു കാര്യം കിട്ടുമ്പോൾ അതിലേക്ക് ഓടുന്നവരോടാണ് ഇനിയെങ്കിലും ഇത്തരം തോടുകൾ ശുചീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി
ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. എന്തായാലും ആ ശുചീകരണ തൊഴിലാളികൾക്കും നേവിക്കും അവിടെ എത്തിയ എല്ലാ ഈ മൃതദേഹം കണ്ടെത്താനായി സഹായിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ ജോയിയുടെ വീട്ടിൽ ജോയിയുടെ അമ്മയോട് മാപ്പ് പറയുകയാണ്. കേരളം ഇങ്ങനെയാണ്, ഇനി അടുത്ത മരണം വരെ കാത്തിരിക്കണം ഇത്തരം തോടുകൾ നന്നാക്കാനും വൃത്തിയാക്കാനും. ക്യാമറമാൻ രാജീവ് ആയപ്രഭനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖർ.